ഗുഡ് മോർണിംഗ് ഗായ്. നമ്മൾ ഇന്ന് സെക്കൻഡ് പാർട്ട് ഓഫ് പാഴ്സൽ പോസ്റ്റേജിന്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. നമ്മൾ ചെറിയ ഒരു പ്ലാനിന് ചേഞ്ച് ഉണ്ട്. ഞാനിവിടെ പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ പിക്കിള് ഇത്ര എമൗണ്ടിൽ കൂടുതൽ നമുക്ക് അയക്കാൻ പറ്റില്ല പോസ്റ്റ് വഴി എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. ചേച്ചിയുടെ അടുത്ത് പോവാണ്. അപ്പോൾ ചേച്ചിനെ കാണാൻ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ പോകുന്ന സ്ഥലം ടൺബ്രിഡ്ജ് ആണ്. പോയി നമുക്ക് കണ്ടിട്ട് വരാം. അപ്പം ഞാൻ എന്താ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തൊരു കുഞ്ഞു ട്രോളിക്കുള്ളിലാക്കി ട്രെയിൻ സ്റ്റേഷനിലേക്കാണ് നമ്മൾ നേരെ പോയത്. അപ്പം ഞാൻ പ്രീപെയ്ഡായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു ഓൺലൈൻ. പക്ഷേ നമുക്ക് QR കോഡ് അവൈലബിൾ അല്ലായിരുന്നു. അല്ലെങ്കിൽ ടിക്കറ്റ് ചെക്കർ വരുമ്പം സ്കാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് QR അവൈലബിൾ ആകുന്നതാണ്. പക്ഷേ ഇതിന് അല്ലായിരുന്നു. സോ ഞാൻ ടിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തു. ഇതുപോലെ ടിക്കറ്റ് ചെക്കറൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ടിക്കറ്റ് കാണിച്ചാൽ മതി. ഇതിൽ നമുക്ക് പോകേണ്ട റൂട്ടൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും ടിക്കറ്റിൽ തന്നെ. ഞാൻ റിട്ടേണും കൂടെ ഒരുമിച്ചാണ് കേട്ടോ എടുത്തത്. ഞാൻ ട്രെയിനിൽ കയറി ഫ്രാറ്റണിയിൽ നിന്ന്. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ തന്നെ ഒരു സ്ഥലത്തേക്ക് ഒരു സോളോ ട്രിപ്പൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ നല്ല എൻജോയ് ചെയ്തു. ക്ലൈമറ്റും ഒക്കെ ഞാൻ എൻജോയ് ചെയ്തു. നല്ല ഭംഗിയായിരുന്നു പുറത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ ഞാൻ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട്. ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് ടൺബ്രിഡ്ജിനുള്ള ട്രെയിനാണ് ഞാനിപ്പോൾ കയറിയത്. പ്ലാറ്റ്ഫോം 6 നിന്നായിരുന്നു നമ്മുടെ ട്രെയിൻ. ഇനി ഇവിടുന്ന് ഒരു നിയർലി ഹാഫ് ആൻ അവർ നമുക്ക് ട്രാവൽ ഉണ്ട്. അപ്പം ഞാൻ തന്നെയൊക്കെ ആയതുകൊണ്ട് നല്ല ബോറടിക്കുന്നുണ്ടായി. ഞാനിങ്ങനെ ഒരു കോപ്രായങ്ങളൊക്കെ കാണിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല ലൈറ്റൊക്കെയാണ് കേട്ടോ പുറത്ത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സമയത്തൊന്നും എണീറ്റിരിക്കാത്തതുകൊണ്ടും എനിക്ക് ഈ കാലാവസ്ഥയൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ അങ്ങനെ ഒത്തിരി പറ്റാറില്ല. വല്ലപ്പോഴും ഒരിക്കലും അങ്ങനെ ചാൻസൊക്കെ കിട്ടില്ല. നമ്മളിതാ ടൺബ്രിഡ്ജ് വന്ന് ഇറങ്ങി. ഇനി നേരെ ഇവിടുന്ന് ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ്. ചേച്ചീനെ ഒന്ന് വിളിക്കണം. അപ്പം നമ്മൾ ടൺബ്രിഡ്ജ് വന്ന് ഇറങ്ങി. ട്രെയിൻ സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പം ഞാനിപ്പോൾ ഫ്ലാറ്റിൻ്റെ അടുത്തേക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ എക്സൈറ്റഡ്. ചേച്ചിനെ കാണാം, ചേച്ചിനെ ഒന്ന് വിളിക്കാം. ചേച്ചി ഇറങ്ങി വരുമായിരിക്കും. എനിക്ക് വേണ്ടി സ്പെഷ്യൽ കപ്പയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാൽക്കപ്പ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അപ്പം നമ്മൾ ഇന്ന് ഇറങ്ങി. ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ്. ചേച്ചിയും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഒരു ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ബൈ ബൈ. അപ്പോൾ നല്ല ഒരു വിസിറ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. ഒരുപാട് പഴയ കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ മിസ് ചെയ്യുന്ന വീട്ടിലെ കാര്യങ്ങൾ സംസാരിച്ചു. ചേച്ചി ഭയങ്കര ഹാപ്പിയായി. ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടായിരുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കഴിച്ചത്. കുറേ നാളായിട്ട് വിചാരിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും ഭയങ്കര ഹാപ്പിയായി. വിചാരിച്ച സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് എല്ലാം കിട്ടി. ഞാൻ എല്ലാം കൊണ്ട് കൊടുത്തു. അപ്പം ഞാനും ഹാപ്പിയായി, ചേച്ചി ഹാപ്പിയായി. നിങ്ങൾക്കും ഹാപ്പി ആയെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡു ഷെയർ, ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി ഒട്ടും താമസിക്കേണ്ട. ഓക്കെ.